ആണ്. ഡാനിയിലേക്ക് പോകുന്നതിന് മുമ്പ് കെ സി ഉമേഷ് ബാബു കൂടി ചേരുന്നു. ഉമേഷ് ബാബു, താങ്കൾക്ക് ഈ കേസിന്റെ നാൾ വഴികളും അതിന്റെ ചരിത്രമൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം ദീർഘനാളുകളായി ഈ വിഷയം കൃത്യമായി അതിൽ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് താങ്കൾ. ഇതിൽ പ്രധാന ഗൂഢാലോചന, ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയവരിലേക്ക് ഇതുവരെയും കേസ് എത്തിയിട്ടില്ല എന്നതാണ് RMPയും KK രമയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതെങ്ങനെ കോടതിയിൽ ആ നിലപാട് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും? അതിന് എന്ത് നിയമ പോരാട്ടത്തിനാണ് സാധ്യതയുള്ളത്? അല്ല, ഇത് ടി ചന്ദ്രശേഖരൻ എന്നെ സംബന്ധിച്ച് ദീർഘകാലത്ത് സഹപ്രവർത്തകനാണ്. അദ്ദേഹം 2008 RMP രൂപീകരിച്ച കാലം മുതൽ അദ്ദേഹമായിട്ട് അതിനു മുമ്പ് വ്യക്തികൾ എന്നുള്ള നിലയിൽ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവ വികാസങ്ങളുടെ പിറകിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. അതില് യാതൊരു കണ്ണൂർ ജില്ലയിൽ ദീർഘകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ്, അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശക്തികളും വ്യക്തികളും ഏതാണ് എന്ന കാര്യം ഈ പറയുന്ന ആദ്യത്തെ ദിവസം മുതൽ കൃത്യമായ വ്യക്തതയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ദീർഘകാലം ഈ പറയുന്ന പിണറായി വിജയൻ നിയോഗിച്ചിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നിഴലിൽ ജീവിച്ച ഒരാൾ കൂടിയാണ് വ്യക്തിപരമായിട്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാം. അപ്പോ ഇതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നത് കുറിച്ചുള്ള അന്ന് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള തെളിവുകളാണ് അന്ന് അന്വേഷണ സംഘം ശേഖരിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോകുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ യജമാനന്മാരുടെ ഉന്നതല ഗൂഢാലോചന എന്ന കാര്യം രാഷ്ട്രീയമായി ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ വളരെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചിലർ ഈ കേസുകളിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. കാരണം അന്ന് അവരാരും, ഒരുപക്ഷെ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് കണ്ണൂർ ജില്ലയിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പോലീസുകാർ കേസെടുക്കുകയും പ്രതികളെ അതാത് പാർട്ടികൾ ലിസ്റ്റ് നൽകി ഹാജരാക്കുകയും ചെയ്യുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ടി ചന്ദ്രശേഖരൻ കേസിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വളരെ സത്യസന്ധമായി കടന്നുചെല്ലാൻ ശ്രമിക്കുകയും കുറെ പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചിലരെങ്കിലും കസ്റ്റഡിയിലാക്കാൻ, ഉദാഹരണത്തിന് പി മോഹന്റെ അറസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. പി മോഹനെ വഴിയിൽ വണ്ടി തടഞ്ഞ് അറസ്റ്റ് ചെയ്ത സമയത്ത് വെച്ചിട്ടാണ് ഉന്നത നേതൃത്വങ്ങളിലേക്കുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം തടയപ്പെട്ടത് എന്ന കാര്യം എനിക്ക് അന്നെന്ന പോലെ ഇന്നും വളരെ ഓർമ്മയുള്ളതാണ്. അങ്ങനെ ഒരു ദിവസമുണ്ട്. പി മോഹനെ വണ്ടി തടഞ്ഞ് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന DYSP സംഘം അറസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് ഉന്നതല ഗൂഢാലോചനയ്ക്കുള്ള അന്വേഷണത്തിന്റെ വഴി അടയുന്നത്. അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയമൊക്കെ എനിക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള തെളിവുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ഈ ഗൂഢാലോചന സംബന്ധിച്ച ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് കേരള ഹൈക്കോടതി വിധി പറഞ്ഞതിൽ ഏറ്റവും സുപ്രധാനമായ 2 പ്രതികളുടെ കാര്യത്തിൽ കേരള ഹൈക്കോടതി എടുത്തുള്ള ഒരു സമീപനം വളരെ ശ്രദ്ധേയമാണെന്ന് നിയമപരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഏരിയ കമ്മിറ്റി അംഗവും ടി ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ പൊട്ടിത്തെറിക്കും എന്ന് പരസ്യമായി പ്രസംഗിച്ച് നടന്ന KK കൃഷ്ണൻ എന്ന് പറയുന്ന CPMന്റെ ഒഞ്ചിയം നേതാവും ഇതിന് ഒത്താശ നൽകിയ ജി ബാബു എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പാന്നൂരിലെ നേതാവും പ്രതികളാണെന്നും അവരെ 26-ന് ഹാജരാക്കണമെന്നും അവർക്കുള്ള ശിക്ഷാവിധി അന്ന് പ്രഖ്യാപിക്കുമെന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് നിർണായകമായൊരു വഴിത്തിരിവാണ് ഈ കേസിൽ. കാരണം ഇത് ഈ പറയുന്ന കൊലയാളികൾ, ഇന്നോവ കാറിൽ സഞ്ചരിച്ച കൊലയാളികൾക്കപ്പുറത്തുള്ള ശക്തികൾ ഇതിന്റെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഹൈക്കോടതി ചില തീർപ്പുകൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും തെളിവുകൾ പുറത്താണല്ലോ കോടതി അത്തരം തീർപ്പുകളിലെത്തുക. അപ്പൊ അത് ഈ കുറെ കൂടി ഉന്നതല ഗൂഢാലോചനകൾ സംബന്ധിച്ചിട്ടുള്ള അപ്പീലുകളിലേക്ക് കടക്കാൻ RMPക്കും അതിന്റെ RMP എന്ന് പറയുന്ന പാർട്ടിക്കും KK രമയെ പോലുള്ള വ്യക്തികൾക്കും ഇനി അങ്ങോട്ട് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരു കാര്യം കൂടിയുള്ളത്, ഈ പ്രോസിക്യൂഷൻ UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രോസിക്യൂഷൻ പിന്നീട് ഇപ്പോൾ ഈ കേസ് ഇന്ന് പരിഗണിക്കപ്പെടുമ്പോൾ ഇടതു സർക്കാരാണ്. ഈ രാഷ്ട്രീയ മാറ്റമൊന്നും പ്രോസിക്യൂഷന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കരുതാം അല്ലേ? കാരണം പ്രോസിക്യൂഷൻ മികച്ച രീതിയിൽ ഈ കേസ് കോടതി ഫ്രെയിം ചെയ്തിരുന്നു അല്ലേ? അല്ല, ഇതില് പ്രോസിക്യൂഷന്റെ കാര്യത്തില് അല്ലാതെ നമ്മൾ അതിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ കാര്യം. അതൊക്കെ ഇപ്പോഴും വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ഈ പറയുന്ന കാസർഗോട്ടുകാരൻ CK ശ്രീധരൻ വക്കീലായിരുന്നു ഇതിലെ സർക്കാർ പ്രോസിക്യൂട്ടറായിട്ട് വന്നത്.
ഞാനന്ന് വളരെ ായിരുന്നത് അന്ന് അക്കാലത്ത് ആ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. CK ശ്രീധരൻ വക്കീല് അങ്ങനെയാണ് ചില ഇടപെടലുകൾ നടത്തുകയും RMPയുടെ കൂടി നേതാവായിട്ടുള്ള കോഴിക്കോട് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള കുമാരൻകുട്ടി വക്കീലിനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറായിട്ട് സർക്കാരിനെ കൊണ്ട് നിയോഗിക്കുകയും ചെയ്തത് അതിനകത്ത് ഇടപെടലിനെ തുടർന്നാണ്. അപ്പൊ അതാണ് ഈ കേസിൽ വാസ്തവത്തിൽ. കാരണം CK ശ്രീധരൻ ഇപ്പൊ എന്ന് പറയുന്ന വക്കീൽ ഇപ്പൊ ആരാണെന്ന് നോക്കണം. പിണറായി വിജയനെ സൂചിച്ച് നടക്കുന്ന CPM-ൽ അംഗത്വം എടുത്ത പഴയ ഒരു ക്രിമിനൽ വക്കീലായിട്ട് ഇപ്പൊ 1-2 വർഷം മുമ്പ് CK ശ്രീധരൻ മാറുന്നുണ്ട്. ഇത് അന്നത്തെ ഒരു ദിവസം ആരംഭിച്ചതല്ല. ശ്രീമാൻ പിണറായി വിജയനും CK ശ്രീധരനും തമ്മിലുള്ള സ്വകാര്യ ബന്ധം. അപ്പൊ അതുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാത്രമല്ല, അന്നത്തെ പൊതു അന്തരീക്ഷമുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിന്റെ നടുവിൽ ഒരുപക്ഷെ CK ശ്രീധരൻ വക്കീല് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഈ പ്രോസിക്യൂഷനകത്ത് എന്തെങ്കിലും തരത്തിൽ ചീത്തയായ ഇടപെടൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഈ കുമാരൻകുട്ടി വക്കീൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന RMPക്ക് വേണ്ടി അവിടെ ഹൈക്കോടതി ഹാജരായ ഒരു പ്രധാനപ്പെട്ട വക്കീല്. അപ്പൊ അതുകൊണ്ട് പ്രോസിക്യൂട്ടർമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും അന്നത്തെ UDF ഗവൺമെന്റ് എടുത്ത സമീപനം എത്രമാത്രം രാഷ്ട്രീയമായ ചില ശരികേടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് CK ശ്രീധരൻ വക്കീലിന്റെ പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തിലെ ചാഞ്ചാട്ടങ്ങളും അദ്ദേഹത്തിന്റെ ചേരിമാറിലൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതം, കേരളത്തിന്റെ പൊതുമണ്ഡലം ഇങ്ങനെ വ്യത്യസ്തമായ നില സംസാരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരുടെ ചുടലപ്പറമ്പാകരുത് എന്നുള്ളൊരു നിലപാടിന്റെ പുറത്താണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത്തരം തടസ്സങ്ങളൊക്കെ ഇതിനകത്ത് സർക്കാരുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസുകൾ നേരെ സഞ്ചരിക്കാതിരിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതിൽ ഏറ്റവും നിർണായകമായിട്ട് ഒരു പക്ഷേ ഈ പ്രോസിക്യൂഷനെ സഹായിച്ചത് ഈ കുമാരൻകുട്ടി വക്കീൽ എന്ന് പറയുന്ന അഭിഭാഷകന്റെ പ്രോസിക്യൂട്ടർ എന്നുള്ള സാന്നിധ്യമാണ്. ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിധികൾ ഉണ്ടാക്കി തീർക്കുന്നതിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കുമാരൻകുട്ടി വക്കീലിന്റെ സാന്നിധ്യത്തിനും വലിയ പങ്കുണ്ട്. വളരെ നന്ദി. ശ്രീ KS ഹരിഹരൻ കൂടി RMP നേതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നു. കുലംകുത്തികൾ തങ്ങളല്ല,